നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിമൻസ് ഗ്രാൻഡ് പ്രിക്സ് ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ടിൽ ഇന്നലെ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. കസക്കിസ്ഥാൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ ബിബിസാര അസോബാവയാവയും ഇറാനൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ സരസാദത്ത് അൽ ഷെയ്റയും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ബിബിസാര വൈറ്റ് സൈഡും ഷെയറ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഇത് ക്ലാസിക് മത്സരങ്ങളാണ്. ഗെയിമിന്റെ തുടക്കത്തിൽ രണ്ടുപേർക്കും 90 മിനിറ്റും ഓരോ മൂവിനും 30 സെക്കൻഡ് ഇൻക്രിമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 40 മൂവുകൾക്ക് ശേഷം രണ്ടുപേർക്കും 30 മിനിറ്റുകൾ വീതം ആഡായി കിട്ടും. ഇങ്ങനെയാണ് ടൈം കൺട്രോൾ. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5, നൈറ്റ് C3, നൈറ്റ് F6. ഇത് ഇറ്റാലിയൻ ഗെയിമിന്റെ 4 നൈറ്റ്സ് വേരിയേഷൻ ആണ്. ഇവിടെ വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. D6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം A4 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫറാണ്. ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റുമ്പോൾ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ വൈറ്റും ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. B3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുകൊണ്ട് വൈറ്റിന്റെ ഈ സപ്പോർട്ടില്ലാത്ത നൈറ്റിനെതിരെയും E3ലെ പോണിനെതിരെയും അറ്റാക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ രണ്ട് കരികളെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന്റെ E5ലെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D6ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിന് പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ആ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. അടുത്തായിട്ട് നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവായിരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം F7ലേക്കും H7ലേക്കും നൈറ്റ് വെച്ച് നല്ലൊരു കൺട്രോളും കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അടുത്ത മൂവിൽ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനും ക്വീനെ അവിടെ നിന്നും ഒഴിവാക്കാനും വൈറ്റിന് കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതോടൊപ്പം E4 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F1ലെ റൂക്കിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് H6 മൂവ് ചെയ്തുകൊണ്ട് ആ വൈറ്റിൻ്റെ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല. ഈ F7ലെ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അടുത്തൊരു റൂക്കിനെ ആക്റ്റീവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A8ലെ റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് F7ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ സ്ക്വയറിലേക്ക് 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും അവിടേക്ക് 4 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് വീണ്ടും പ്ലാൻ ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ കിട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ F7ലേക്ക് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടെങ്കിലും അതേ സ്കോറിലേക്ക് ക്വീനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ F7ലെ പോണിന് നേരത്തെ ഉണ്ടായിരുന്ന അതേ സപ്പോർട്ടുള്ളത് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്നാൽ വൈറ്റ് ഇവിടെ പോണിനെയല്ല മറ്റൊരു പീസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ നൈറ്റിനെ C5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ബ്ലാക്ക് ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് C5ലേക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. B6 മൂവ് ചെയ്തുകൊണ്ട് C5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അടുത്തായി വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് ബ്ലാക്കിന് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ട്. വൈറ്റ് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. റൂക്കിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിനെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു റൂക്ക് സാക്രിഫൈസ് കൂടെയാണ്. ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് F6ലെ പോയിന്റ് എടുത്തുകൊണ്ട്
ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. ഇതാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ആ ട്രാപ്പിൽ വീഴുന്നില്ല. പകരം അറ്റാക്കറുള്ള നൈറ്റിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫോർക്കിനുള്ള അവസരമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. A5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ B6 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് A6 പോണിട്ടെടുത്തുകൊണ്ട് തന്നെ റൂക്കിനെ ഈ അറ്റാക്കിൽ നിന്നും മാറ്റാം. അല്ലാതെ ക്വീൻ പോയിട്ടാണെങ്കിൽ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷവും ആ റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ ക്വീൻ വെച്ച് പോണിട്ടുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ B5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് വളരെ മികച്ചൊരു മൂവാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ B5ലേക്ക് വന്നതോടെ B6 പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അടുത്ത മൂവിൽ പോൺ വെച്ച് പോണിട്ട് എടുക്കാം. എന്നാൽ വൈറ്റിനിപ്പോൾ പോൺ വെച്ച് പോണിട്ടാൻ പറ്റില്ല. അങ്ങനെ പോൺ വെച്ച് പോണിട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല ഉദ്ദേശങ്ങളുമായിട്ടാണ് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B5² നൈറ്റിന് വേണ്ടി ഫ്രീ ആക്കിയത്. ഇനി ബ്ലാക്കിന് വേണമെങ്കിൽ പോൺ വെച്ച് റൂക്കിനോട്ട് എടുക്കാം. ഇവിടെ ഇനി ഒരു ഫോർക്കും ചെക്ക് വന്നാലും റൂക്കിന് ക്വീൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇവിടെ എങ്ങനെ നോക്കിയാലും ഒന്നുകിൽ ഈ ഫോർക്കിലിടയോ അല്ലെങ്കിൽ പോൺ വെച്ച് ചുറ്റിക്കൊണ്ടോ വൈറ്റിനിവിടെ ഒരു റൂക്ക് നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും F3ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇപ്പോഴും ആ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ക്വീനെ E1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. വൈറ്റ് ഇവിടെ ഈ ഫോർക്കിൽ നിന്നും ഒഴിവാകാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് F6 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിന് G4ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H8ലേക്ക് മൂവ് ചെയ്യാം. അതിൽ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് തിരിച്ചു കെട്ടാം. അവിടെ ഒരു നൈറ്റ് പൂർണ്ണമായും ലാഭം കിട്ടുന്നതുകൊണ്ട് ബ്ലാക്കിനായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റിൻ്റെ ഉദ്ദേശം ഈ റൂക്കല്ല, പകരം ഈ കിങ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ വൈറ്റിന് ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു മേറ്റിംഗ് ത്രെഡ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ബ്ലാക്കിന് ഈ ചെക്ക് മേറ്റ് ഒഴിവാക്കാൻ കഴിയില്ല. ഈ H7 പോണിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് യാതൊരു പീസും ഇല്ല. ഇപ്പോൾ ക്വീൻ വെച്ച് D3 പോൺ ഒട്ടിക്കൊണ്ട് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിച്ചാലും C2 പോണുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ H6 ആണ് മൂവ് ചെയ്താലും ക്വീൻ വെച്ച് ആ പോണോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റാണ്. ഇവിടെ ഇപ്പോൾ H6 മൂവ് ചെയ്തതിന് പകരം H5 മൂവ് ചെയ്താലും ആ പോണിന് വേറെ സപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ക്വീൻ വെച്ച് പോണോട്ടിക്കൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ. G7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. വൈറ്റിന് നൈറ്റിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലുള്ളതിൽ ഒരു വേരിയേഷൻ മാത്രമാണ് നമ്മൾ കാണിച്ചത്. ഏത് വേരിയേഷൻ നോക്കിയാലും അത് വൈറ്റിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H4² കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം G5ലും ക്ലോസ് ചെയ്യുന്നു. ഇനി എന്തായാലും ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വൈറ്റ് റൂക്കിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് പിന്നെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ C2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ F2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ക്വീനെ കൂടെ ഈ F5ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് F6 മൂവ് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് F6 പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ G5 മൂവ് ചെയ്തുകൊണ്ട് പോണിനായിട്ട് അറ്റാക്ക് കൊടുക്കാം. പോൺ വെച്ച് പോണോട്ടാൻ പറ്റില്ല, കാരണം ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെൻറ്റിന് സാധ്യതയുണ്ട്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ H6 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം. എന്നാൽ ഇപ്പോൾ H6 മൂവ് ചെയ്യുന്നില്ല, പകരം D7 റൂക്കിനെ D8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നില്ല.
ആദ്യം റൂക്കിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ G3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ആ നൈറ്റ് E7ലേക്ക് മൂവ് ചെയ്തതോടെ H4ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ആ നൈറ്റിനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ E8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ A5ലെ പോൺ അറ്റാക്കിലാണ്. വൈറ്റ് പോൺ വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടാണെങ്കിൽ വൈറ്റിന് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടാരാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടുന്നില്ല, B5 മൂവ് ചെയ്യുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ A4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കാം. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. പകരം ഈ കിങ്സിലേക്ക് തന്നെ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. H4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ F1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് B4 മൂവ് ചെയ്തുകൊണ്ട് A5ലെ പോണിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്ത അറ്റാക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. G5 മൂവ് ചെയ്തുകൊണ്ട് F6ലെയും H6ലെയും പോണുകളെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ ലാഭം കിട്ടിയ പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് F6ലെ പോണിനെ എടുത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അപകടകരമായിട്ടുള്ള പോൺ ഇട്ടെടുക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിന് പോണെങ്കിൽ പോൺ വെച്ച് ആ പോൺ എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം നൈറ്റ് വെച്ച് G5ലെ പോൺ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ നൈറ്റിന് വളരെ പ്രധാനപ്പെട്ട ഈ 2 സ്കോറിലേക്ക് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ക്വീൻ H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. F7 സ്കോറിലേക്ക് ഇപ്പോഴും നൈറ്റ് വെച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ട് കിങ്ങിനെ അങ്ങോട്ടേക്ക് അഡ്വാൻസ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അല്ലാതെ ഈ കിങ്ങിനെ മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടാക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ക്വീൻ വെച്ച് നൈറ്റിനോട് എടുക്കാം. ഇതോടെ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും ബ്ലാക്കിന് ആ സാക്രിഫൈസ് സക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ റൂക്കുകളുടെ ഫയൽ കൂടെ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുകൊണ്ട് ഇനി ഒരു മൂവിൽ ചെക്ക്മേറ്റിന് ശ്രമിക്കാം. ഇപ്പോൾ പലതരത്തിലുള്ള ചെക്ക്മേറ്റ് ഫിഷനുകളാണുള്ളത്. ബ്ലാക്കിന് എന്ത് തന്നെ മുഴുതാലും ഈ ചെക്ക്മേറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമായിരിക്കുകയാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ബ്ലാക്കിൻ്റെ ക്വീനെ നേടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ ആ സ്കോറിലേക്ക് നൈറ്റ് വെച്ച് കൺട്രോൾ ഉണ്ടെങ്കിലും നൈറ്റ് വെച്ച് ഇപ്പോൾ റൂക്കിനിട്ടാൻ പറ്റില്ല. അങ്ങനെ നൈറ്റ് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആകുകയും ക്വീൻ വെറുതെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനിട്ടുന്നില്ല. പകരം ക്വീന് വെച്ച് റൂക്കിനിട്ടെടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്ക് വെച്ച് ക്വീനിട്ടുന്നു. അതിനുശേഷം നൈറ്റ് വെച്ച് റൂക്കിനിട്ടെടുക്കുന്നു. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് H4ലെ പോൺ വെച്ച് G5ലെ പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ രണ്ടുപേരും നല്ല ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. രണ്ടുപേർക്കും 2 മിനിറ്റിൽ താഴെ സമയം ബാക്കിയുള്ളൂ. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ റൂക്ക് വെച്ച് A5ലെ പോൺ എടുക്കാം. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് G6 മൂവ് ചെയ്തുകൊണ്ട് ഈ 2 സ്കോറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. ഇനി ക്വീൻ H7ലേക്ക് ഒന്ന് ചെക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ നൈറ്റിന് വേറെ അങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആ സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ തന്നെ തുടരേണ്ടി വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് A5ലെ പോൺ എടുക്കുന്നില്ല. ആദ്യം E4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ പിൻ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിനെ തിരിച്ചു വിട്ടുന്നില്ല. പകരം ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണിട്ടെടുക്കുകയാണ്. റൂക്ക് വെച്ച് A5ലെ പോണിട്ടെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ക്വീൻ വെച്ച് പോണിട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ G5ലെ പോണിന് സപ്പോർട്ട് ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി ആ പോണിട്ടെടുക്കാം. അല്ലാതെ പോൺ വെച്ച് പോണിട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിനിവിടെ ഡബിൾഡ് പോണാവും.
അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. ആദ്യം D4 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ H7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G5 സ്ക്വയറിലേക്ക് കൺട്രോൾ കൊണ്ടുവരികയും ഇങ്ങനെ ക്വീനെ ട്രാപ്പ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ ക്വീനെ E6ലേക്ക് കൊണ്ടുവന്ന് ഒരു ചെക്ക് കൊടുക്കാനും വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോൾ ഈ നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ E3യിലെ പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിന് F2ലേക്ക് മൂവ് ചെയ്യാം. അല്ലാതെ റൂക്കിനെ A2ലേക്ക് കൊണ്ടുവന്ന് C2യിലെ പോണിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ വൈറ്റിനെ ക്വീന് വെച്ച് E3യിലെ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് തന്നെ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. വൈറ്റിന് പോണ് വെച്ച് E5ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ റൂക്കിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് റൂക്കിനെ D5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ 40ാം മൂവാണ്. ഈ മൂവോടെ 30 മിനിറ്റ് കൂടെ ആടായി കിട്ടിയിരിക്കുകയാണ്. അതോടെ ഇതുവരെ ഉണ്ടായിരുന്ന ടൈം പ്രഷർ എല്ലാം ഇല്ലാതായിട്ടുണ്ട്. ബ്ലാക്കിന് എങ്ങനെ നോക്കിയാലും ഈ പോണിനെ സംരക്ഷിക്കാൻ കഴിയില്ല. അതോടെ വൈറ്റിന് സെൻറ്ററിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പാസ്ഡ് പോൺ കിട്ടും. പോരാത്തതിന് ബ്ലാക്കിന് ഇപ്പോൾ നൈറ്റിനെ എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബ്ലാക്ക് നൈറ്റിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പല രീതിയിലുള്ള അറ്റാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഈ പൊസിഷനിൽ ടൈം ആടായി കിട്ടിയതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. രണ്ട് ഭാഗത്തു നിന്നും വളരെ മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.